ജോജു ജോർജിന് അതേ സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ജോജുവിൻ്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഷാജി കൈലാസിൻ്റെ സ്ഥിരം സ്റ്റൈലിൽ പുള്ളിയുണ്ടല്ലോ, മറ്റേ ഷോട്ടുകൾ മറ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെ അതേ ഷോട്ടുകൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല. എന്നാലും കുറച്ച് നല്ലൊരു മാസമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജോജുവിനെ നല്ലപോലെ മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുരളിഗോപി നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മുരളിഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുള്ളി ആത്മാർത്ഥമായിട്ട് പുള്ളി നല്ല പുള്ളിയുടെ സ്വരവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല റോളാണ് മുരളിഗോപി ചെയ്തിരിക്കുന്നത്. അപ്പം കേട്ടോ, നീ കാത്തിരിക്കുന്നു അടുത്ത് എന്നാണെന്ന് അറിയാനുണ്ട്. സ്ഥിരം ഷാജി കൈലാസ് സ്റ്റൈലിൽ ഇടിയല്ല. ഇടി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഒരു 3 ഇടി കഴിഞ്ഞു. അത്ര മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ജോജിനെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ജോജിന് സ്ഥിര ശൈലി ഉണ്ടല്ലോ, മറ്റേ പൊറിഞ്ചിലൊക്കെ കാണുന്ന ആ ഒരു മോഡലിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കുഴപ്പമില്ല. നമ്മുടെ ഒരു പഴയ ഷാജി കൈലാസിൻ്റെ AK സാജൻ ആ ഒരു കൂട്ടുകെട്ടത്തിലുള്ള ഒരു ഇടിപ്പടാണ്. പിന്നെ ജോജുവിൻ്റെ ആക്ഷനാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ആക്ഷനൊക്കെ സിനിമക്കകത്ത് കാണാനുണ്ട്. പിന്നെ ബൈജു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മുരളി ഗോപിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അർജുൻ അശോകൻ വലിയൊരു താരനിരയാണ്. പണ്ടത്തെ നമ്മുടെ ഷാജി കൈലാസ് പടത്തിൽ കാണുന്ന പോലെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പരിപാടി നമ്മുടെ പഴയ അദ്ദേഹത്തിൻ്റെ ആ ഒരു താരനിരയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഒട്ടുമിക്ക താരങ്ങളൊക്കെയുള്ള നല്ല ബിൽഡപ്പ് സ്റ്റോറിയൊക്കെ ഉള്ള അങ്ങനെ ഒരു ടൈപ്പ് കഥയാണ്. മേക്കിംഗ് ഒക്കെ നമ്മുടെ ഷാജി കൈലാസ് രീതിയിലുള്ളത് തന്നെയാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഒരു റിവെഞ്ച് അങ്ങനെ തന്നെയാണല്ലോ വരവ് എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. ഒരു റിവെഞ്ചിലെത്തുന്ന ജോജു ജോർജും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ തന്നെയാണ്. സ്റ്റോറി ലൈനൊക്കെ വളരെ സിമ്പിളാണെങ്കിലും ഗംഭീരമായ ആക്ഷൻ ഉണ്ട്. ജോജു ജോർജ് ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന സിനിമയ്ക്കാണ്. ഇപ്പോൾ ഇതുവരെ തന്നെ 2-3 ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീനുകൾ ഇതിനകത്ത് തന്നെയാണ്. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, അടിപ്പടം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല റേറ്റ് ആയിരിക്കും. ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ജോജു ചേട്ടൻ്റെ വരവ് ഗംഭീരമായി. ടൈറ്റിൽ തന്നെയാണ് വരവ്. അതന്നെ ആ വരവ് 1.5 വരവായിട്ട് ഉഷാറായിട്ട്. വേറെ സംഭവമല്ലേ ഇതിൻ്റെ ഫൈറ്റ് രക്ഷയില്ല. ഈ ഷാജി ചേട്ടൻ്റെ ഒക്കെ പടങ്ങൾ വരുമ്പോൾ ആ ഫ്രെയിമോ ഫൈറ്റും അല്ല അടിപൊളിയായിട്ട്. ജോജു ചേട്ടൻ നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പഴയ നമ്മളെ സുരേഷ് ചേട്ടൻ്റെ, ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ ഒക്കെ പടങ്ങൾ അതായത് ബിൽഡപ്പ് ജോജു ചേട്ടനെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എന്തായാലും ടിക്കറ്റിനുള്ള ഫലമുണ്ട്, പൈസക്കുള്ള മുതലുണ്ട്. ഫൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. വർക്കുണ്ട്. ഷാജി കൈലാസ് അതിന് ജോജു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആദ്യം ജോജി സാറ് പിന്നെ ഇയാളെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പറയാനൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആവും. ഫൈറ്റാണ് ഇതിൽ മെയിൻ. ആ ടൈറ്റിൽ സൂചിപ്പിച്ച പോലെ തന്നെ വരവ് 1.5 വരവായിട്ടുണ്ട്. ഫാമിലി റിവെഞ്ച് സാധനമാണ് നമുക്ക് കാണുന്നത്. നല്ല കിടലിനായിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. ജോജു ചേട്ടന് ഒരു രക്ഷയില്ല. സ്ക്രീൻ പ്രസൻസ് ഷാജി സാറിൻ്റെ ഒരു ജോജു ചേട്ടനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന വേറെ ലെവൽ പ്രസൻറ്റേഷനാണ്. കിടിലൻ. അതെ ഷാജി സാറ് സുരേഷ് ഗോപിയും ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ അവതരിപ്പിച്ചേക്കുന്ന പോലെ ജോജു ചേട്ടൻ നല്ല കിടുവായിട്ടാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് പടം. കിടിലൻ പടം. പിന്നെ ബാബുരാജ്, പിന്നെ നമ്മൾ ശ്രീനിവാസൻ്റെ മോൻ, സുരേഷ് മോൻ. പക്ഷേ ഇത് ഒരു വെറൈറ്റി ഇതിലുണ്ട്. നമ്മളെ പോലീസുകാരൻ, നമ്മളെ പണിയിലത്തെ അതൊക്കെ കുഴപ്പമില്ല, നല്ല ഇതുണ്ട്. പക്ഷെ പണിയല്ല, പണിങ്കാട്ടൊരു ജോജർ വെറൈറ്റി പടം. പിന്നെ ഈ പ്രാവശ്യം ഓണം ഇത് തൂക്കും. അതിൽ 100% ഷുവറാണ്. വേറെ ഒന്നും